നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 ആഗസ്റ്റ് മാസത്തെ ഉത്രാട നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. ഉത്രാട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്നത് ധനുക്കൂറിലാണ്. ശേഷം 45 നാഴിക വരുന്നത് മകരക്കൂറിലാണ്. ധനുക്കൂറുകാർക്ക് ചന്ദ്രലഗ്നാധിപതിയായിരിക്കുന്ന വ്യാഴം 4ാം ഭാവാധിപത്യം വഹിച്ച് 7ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് നല്ല ദൈവാധീനമുണ്ട്. ആ വ്യാഴം ശുക്രനോട് യോഗം ചെയ്ത് നിൽക്കുന്ന കാരണം ഗുരുഭാർഗവ സംയോഗ ദിവ്യതാരോ മഹാധനി എന്ന് പറയുന്ന യോഗം ഉള്ളത് കാരണമുണ്ട്. ധർമ്മസ്ഥിത പ്രമാണജ്ഞ വിദ്യാ ജീവിതയായത് എന്നുമാണ് പറയുന്നത്. അതായത് വ്യാഴവും ശുക്രനും ഒരുമിച്ച് ചേർന്ന് നിന്നാൽ അവർ പരസ്പരം മത്സരിച്ച് ഗുണഫലത്തെ കൊടുക്കുന്നത് കൊണ്ട് ദാമ്പത്യ സുഖം അനുഭവിക്കാനും തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകാനും എന്ത് തടസ്സങ്ങൾ വന്നാലും വ്യാഴം അതിനെയൊക്കെ അതിജീവിപ്പിക്കാനും ഒക്കെ സാധിക്കുന്നതുകൊണ്ടും ഭാഗ്യാധിപതിയായിരിക്കുന്ന സൂര്യൻ ബലവാനായി നിൽക്കുന്നതുകൊണ്ടും നല്ല ഗുണഫലങ്ങൾ അനുഭവിക്കാൻ യോഗമുള്ള ഒരു മാസമാണ്. തറവാട് സ്വത്തൊക്കെ കിട്ടാനായിട്ട് യോഗമുള്ളൊരു മാസമാണ്. അപ്പോൾ ചൊവ്വയും ശുക്രനും പരസ്പര കേന്ദ്രത്തിൽ നിൽക്കുന്നത് കാരണം പരസ്പരം കലഹം പോലെയുള്ള കാര്യങ്ങളോ കേസ് പോലെയുള്ള കാര്യങ്ങളിലൊക്കെ വിജയിക്കാനായിട്ട് യോഗമുള്ള സമയം കൂടിയാണ്. അത് കാരണം കൊണ്ട് നല്ല ഗുണങ്ങൾ അനുഭവിക്കാൻ സാധിക്കും. ഇഷ്ടസ്ഥാനത്താണ് രാഹു നിൽക്കുന്നത് എങ്കിൽ പോലും സഹായ സ്ഥാനാധിപതി 4ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ സഹോദര സ്ഥാനത്തുള്ള വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ട് ഭവന സംബന്ധമായിട്ട് എന്തെങ്കിലും അപ്രീതി പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകുക, വീട് വിട്ട് നിൽക്കാൻ ഇടവരിക, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾക്കും കൂടി യോഗമുണ്ട്. ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ച് മകരക്കൂറാണ്. മകരക്കൂറുകാർക്ക് 6ലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. അതേപോലെ തന്നെ 5ാം ഭാവാധിപതിയും 6ലാണ്. ദൈവാധീനം കുറച്ച് കുറവുള്ള സമയമാണ്. അത് കാരണം കൊണ്ട് തന്നെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് തക്കതായിരിക്കുന്ന ഗുണം കിട്ടാതെ ഇരിക്കുക, ആത്മവിശ്വാസക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന ബാധകാധിപതിയായിരിക്കുന്ന ചൊവ്വയായത് കാരണം കൊണ്ട് ഭാഗ്യത്തിന് കുറവ് സംഭവിക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക ഞെരുക്കം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നടുവേദന പോലെയുള്ള രോഗങ്ങൾ വർദ്ധിക്കാൻ യോഗമുള്ള സമയമാണ്. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ശത്രുസ്ഥാനാധിപതിയാണ് നിവർത്തി സ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പോൾ എന്തിനിറങ്ങിയാലും ആദ്യം ഒരു തടസ്സമുണ്ടാകാൻ സാധ്യതയുണ്ട്. എങ്കിൽ പോലും ഭാഗ്യാധിപതി എഴുന്നേൽക്കുന്നതുകൊണ്ട് ദാമ്പത്യ സംബന്ധമായിരിക്കുന്ന സുഖം അനുഭവിക്കാനായിട്ട് യോഗമുള്ള സമയമാണ്. എങ്കിൽ പോലും വ്യാഴപ്പിഴവുള്ളത് കൊണ്ട് വിഷ്ണു ക്ഷേത്ര നെയ്വിളക്ക്, ഭാഗ്യസൂക്താർച്ചന മുതലായിട്ടുള്ള വഴിപാടുകൾ ചെയ്യുകയും നല്ല രീതിയിലുള്ള പ്രാർത്ഥന ഉണ്ടാകുകയും ചെയ്യണം. അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം. ശിവക്ഷേത്രത്തിൽ ശംഖാഭിഷേകം, നെയ്വിളക്ക്, കൂവളമാല മുതലായിട്ടുള്ള വഴിപാടുകളും നല്ല പ്രാർത്ഥനയുണ്ടാകണം. അതിനോടൊപ്പം തന്നെ ഭാഗ്യസ്ഥാനത്ത് ബാധകാധിപതിയായി നിൽക്കുന്ന ചൊവ്വ കുടുംബക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുക. ദേവീക്ഷേത്രത്തിലും യഥാശക്തി വഴിപാട് ചെയ്ത് നല്ല രീതിയിലുള്ള പ്രാർത്ഥനയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ വലിയ തടസ്സങ്ങളില്ലാതെ ഉത്രാട നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ മാസത്തിൽ അനുകൂലമായ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.